ഹായ് ഹലോ നമസ്തേ. കഫ്രീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണ്? പ്രോഗ്രാം ചോദിച്ചാൽ എമ്പുരാന്റെ നമുക്ക് സ്റ്റോറി എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ള ഒരു പ്രഡിക്ഷൻ, സ്റ്റോറി പ്രഡിക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എമ്പുരാന്റെ ടീസർ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മൾ ലൂസിഫർ സിനിമ എല്ലാവരും കണ്ടതാണ്. അപ്പൊ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ എന്ന കഥയുടെ ഒരു പാസ്റ്റ്, അവരെയൊക്കെ കുറെ ക്യാരക്ടറിന്റെ പാസ്റ്റും അതുപോലെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഫ്യൂച്ചർ, ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റോറി ആയിരിക്കണം എമ്പുരാൻ്റെതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ മുരളി ഗോപിയും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രീക്വൽ സീക്വൽ എല്ലാം കൂടെ ചേർന്ന് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടൊവിനോ ഒരു വലിയൊരു പൊസിഷൻ എത്തും ഈ പാർട്ടിയുടെ കേരളത്തിൽ. ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആവാം. IUF അതിന്റെ വലിയൊരു നേതാവായിട്ട് വരും, മുഖ്യമന്ത്രി ആവാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ പിന്നെ ഇതിനകത്ത് PK രാമദാസിന്റെ പ്രതിമയില് ഈ കാക്കയൊക്കെ അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ഷോട്ട് ഉണ്ട്, അങ്ങനത്തെ ഓപ്പണിംഗ് ഷോട്ട് ഉണ്ട്. അപ്പം ഇപ്പോ നമ്മുടെ ഈ ടൊവിനോയുടെ പാർട്ടി ഇവിടെ സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഏത് അതുപോലെ തന്നെ നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ്, ഈ ടൊവിനോയെ സംബന്ധിച്ചിടത്തോളം ടൊവിനോ വന്നിറങ്ങിയ സമയത്ത് വരെ രാഷ്ട്രീയ പിന്തുണ കൂടുതലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആ പൊസിഷനിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതില് കറന്റ് സ്റ്റോറി കുറവായിരിക്കും, കൂടുതലും പാസ്റ്റ് ആയിരിക്കും. ലൂസിഫറിലെ മറ്റേ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ ഗോവർദ്ധൻ പറയും കണക്ക് ഒരു പോർഷൻ ഉണ്ട്, അതായത് ഇറാഖിലേക്ക് പോസ്റ്റ് വാർ കൺസ്ട്രക്ഷൻ വർക്ക് അടങ്കലെടുത്തു. അപ്പം നമ്മള് ടീച്ചർ കണ്ടനുസരിച്ച് ഇതെല്ലാം ലൈവായിട്ട് ഇറാഖ് അങ്ങനെയുള്ള ഇതിലൊക്കെ നടന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഇതെല്ലാം ഒരു കൂടുതലും പാസ്റ്റും കുറച്ച് നമ്മുടെ പ്രസന്റ് ഇതിൽ ഉള്ളതായിരിക്കും. പാസ്റ്റ് ആണ്, കൂടുതൽ പാസ്റ്റ് ആണ്. അത് മുരളി ഗോപിയൊക്കെ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ഈ ലൂസിഫറിൽ കണ്ട പല ക്യാരക്ടറിന്റെ ഡെപ്ത് വെർഷൻ കാണാൻ പോകുന്നത് എമ്പുരാനിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷവും നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിലോട്ടുള്ള ഒരു തുടക്കമുണ്ട്. പിന്നെ ഞാൻ ആ പ്രതിമയുടെ കാര്യം പറയാം, അതല്ലടാ. ഇപ്പം ആ പ്രതിമ അത്രയും അങ്ങനെ ഒരു വികൃതമായിട്ടിരിക്കണമെങ്കിൽ പാർട്ടി ഇവിടെ സ്ട്രോങ് അല്ലാതാവണം. മിക്കവാറും അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് അതൊരു ഡൗൺഫോൾ സംഭവിച്ചു. ആ പാർട്ടിക്കും മഞ്ജു വാര്യർക്കും എല്ലാവർക്കും എതിരെ നമ്മൾ ലൂസിഫറെ കാണുന്നത് എതിരെ പല ശത്രുക്കൾ ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം അവരുടേതായുള്ള പണികൾ കൊണ്ട് പല പുതിയ, അതായത് നേരത്തെ ഉള്ളതിനെ കാട്ടി ശക്തമായ വില്ലൻസ്, എനിമി ക്യാരക്ടേഴ്സ് എന്തായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡൗൺഫോൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലൂസിഫറിന് നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എമ്പുരാനിൽ വരണ ടൈമിൽ എമ്പുരാനിൽ കുറെ പുതിയ ക്യാരക്ടർ വരാൻ സാധ്യത ഉണ്ട്. പുതിയ ക്യാരക്ടർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ മലയാളത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ അതിന്റെ കാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഒരു സീനൊക്കെ ഞാൻ കണ്ടതാണ് ഈ സ്റ്റേജിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനെ നമ്മൾ ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എമ്പുരാനിൽ കുറച്ചും കൂടെ വേറെയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ രണ്ട് പാർട്ടി അല്ലാതെ മൂന്നാമതൊരു പാർട്ടിയും വരാൻ സാധ്യത ഉണ്ട്. അത് പാർട്ടി വന്ന് ഇവിടെ സ്ട്രോങ് ആവുകയും ടൊവിനോയുടെ പാർട്ടി വീക്ക് ആവാനും സാധ്യത ഉള്ള ഒരു ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സമയത്ത് അവിടെ ഇറാഖിലൊക്കെ ആയിരിക്കുന്ന ഖുറൈഷി അബ്രഹാം തിരിച്ചിവിടെ വരും. ചിലപ്പോ ആ സീനായിരിക്കും മറ്റേ തീന്റെ ഫ്രണ്ടിൽ മുണ്ടൊക്കെ മടക്കി തോക്കൊക്കെ കൊണ്ടുവയ്ക്കുന്ന സീൻ, ഒരു ഇമ്പോർട്ടന്റ്. അതിനിപ്പോ അത് അതേ തീരെ ഇതില് മഞ്ജു വാര്യർ നിക്കണുണ്ട് സെയിം ഇതില്. അപ്പൊ ആ ഒരു ഫ്ലെയിം ഉള്ള ഒരു ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ ആയിരിക്കണം മിക്കവാറും അണ്ട് ഈ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഈ നമ്മള് ലൂസിഫറിന്റെ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ എമ്പുരാന്റെ ടീസറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറെ പട്ടാളക്കാര്, ആ പട്ടാളക്കാർ ഇതാണ് എൻ്റെ ബെസ്റ്റ് ടൈം, ഇപ്പോഴാണ് ഖുറൈഷി അബ്രഹാമിനെ പിടിക്കാൻ പറ്റും, ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഇതിനകത്ത്. അപ്പം മിക്കവാറും അത് ഖുറൈഷി അബ്രഹാമിനെ പിടിക്കാൻ വേണ്ടി കുറെ സൈനിക കൂട്ടം അതിന്റെ പിറകെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നില്ല, ഇത് കണ്ടിട്ട് ഏതൊരു വലിയ ഒരു ആയിട്ടാണ് തോന്നുന്നത്. വലിയ ഈ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഡ്രസ് നോക്കടാ, കയ്യിലത്തെ മറ്റേ മമ്മൂക്കയാണോ? പക്ഷെ ഇപ്പോഴൊരു ചോദ്യമാണ്, അതായത് ഈ മറ്റേ നമ്മുടെ ലൈവ് മീറ്റില് പൃഥ്വിരാജ് ലാലേട്ടനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്ന സമയത്ത് സ്റ്റീഫൻ എബ്രഹാം സ്റ്റേജിലേക്ക് വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഖുറൈഷി ഇപ്പൊ പുള്ളി പറയുമ്പോൾ ഖുറൈഷി എബ്രഹാം, അപ്പൊ നമ്മള് ഒരു പേര് പറയുമ്പോൾ അച്ഛന്റെ പേരും ഇതൊക്കെ ചേർത്ത് പറയൂല. അപ്പൊ ഖുറൈഷി എന്നുള്ളത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം വേണം.
ഇത് പൃഥ്വിരാജ് ആയിരിക്കും അല്ലേ? പൃഥ്വിരാജ് ആയിരിക്കണം. ഇത് ലാലേട്ടനും ഇത് പൃഥ്വിരാജ് പൃഥ്വിരാജ് ആവാനാണ് സാധ്യത. പിന്നെ അത് മോഹൻലാലിന്റെ ക്യാരക്ടർ കുറച്ച് ഫൈറ്റ് സീൻ ഏകദേശം ഈ ഒരു ഇത് വെച്ചിട്ട് എടാ ഇത് ഒരുപാട് പാസ്റ്റ് ആയിരിക്കും. ഒരുപാട് പാസ്റ്റ് തന്നെ തന്നെ ഇതിനകത്ത് കുറച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ അല്ല ഈ ഫയറിന്റെ സീനെ കാണിക്കല്ലേ, മറ്റേ ഒരു കുതിര പോകുന്നത് അത് തന്നെ. ഒരു വാറ അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ വാറായിരിക്കുമല്ലോടാ. ഇത് നല്ല ഒരുപാട് വർഷം ഇതിനകത്തെ നമ്മളൊരു എവിടെ ഗുജറാത്തിൽ എന്തോ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റേജിന്റെ അത് കുറച്ച് അങ്ങോട്ട് വരുമ്പോ ഒരു മറ്റേ ഒരു കൊച്ചിനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ അവിടെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബംഗ്ലാവിന്റെ ഒരു സാധനം കറക്റ്റ് കാണാൻ പറ്റും. മനസ്സിലായി. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്ന അതായിരിക്കണം ഇവരുടെ ഒരു ബേസ്. അവിടെ ആയിരിക്കണം ഈ ഖുറേഷി അബ്രഹാം ഇതെല്ലാം അവരെല്ലാരും വളർന്നതും അവർ വലിയൊരു പവർഫുൾ ഇതായിട്ട് മാറുന്നതൊക്കെ അവരെ പാസ്റ്റ് എല്ലാം അവിടെ നിന്ന് തുടങ്ങുന്നതായിരിക്കണം.